നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനം. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. ഉദ്ഘാടനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നാരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. 23 കോടി രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് വെറും പ്രദർശനം മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ആശുപത്രി സൂപ്രണ്ട് സ്വന്തം നിലയിൽ ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയോ ഒന്നും പങ്കെടുപ്പിക്കാതെ സ്വന്തം നിലയിൽ ആ ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന OP യൂണിറ്റുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതങ്ങനെ ആശുപത്രിയായി നിലവിലുള്ള അവസ്ഥയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ മന്ത്രി പുരുഷ സ്ത്രീ വാർഡുകൾ ഉദ്ഘാടനം നടക്കുന്നു എന്നും പറഞ്ഞുള്ള ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മാവേലിക്കരയുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകളെ അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യാതെ നോട്ടീസിൽ മാത്രം പേര് വെച്ചിരിക്കുന്നതിലുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് നടത്തുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. നഴ്സിംഗ് കോളേജ് ആരംഭിച്ചപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിനെ തടസ്സപ്പെടുത്തുന്നതിനാണെന്ന് സർക്കാർ ആരോപിച്ചതായും ഇവർ കുറ്റപ്പെടുത്തി. മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റല് ജില്ലാ ആശുപത്രി ഇതേ രീതിയിൽ 350-400 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപനമായിട്ട് പോകുന്നു. അവിടെ ഒരു പോസ്റ്റ്മോർട്ടം യൂണിറ്റ് അടച്ചിട്ടിട്ട് എത്രയോ കാലമായി അത് പൂർണ്ണമായ രീതിയിൽ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. താലൂക്ക് ആസ്ഥാനങ്ങളിൽ ഈ മാവേലിക്കരയാണ് ഒരു പോലീസ് സർജന്റെ സേവനം ലഭ്യമല്ലാതിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയാണെന്നാണ് വയ്പ്. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് G ഹരിപ്രകാശ്, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, T മന്മഥൻ, അനില തോമസ്, മനോജ് സി ശേഖർ, PB ഹരികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.